ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം യുദ്ധമാണ്. ഇന്ത്യ പാക് യുദ്ധം. അതെന്തായാലും ഏകദേശം അവസാനിച്ചിരിക്കുന്നു. വെടിനിർത്തൽ കരാറൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷെ ഇടയ്ക്ക് വൃത്തികെട്ടവന്മാർ അതെല്ലാം ലംഘിക്കുന്നുണ്ട്, പാകിസ്ഥാൻ ലംഘിക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യ നമ്മൾ പൊതുവിൽ അറിഞ്ഞിരിക്കുന്നത് യുദ്ധം ഏകദേശമൊക്കെ അവസാനിച്ചു. കാശ്മീരിലെയും പഞ്ചാബിലെയും മുഞ്ചിലേക്ക് അതിർത്തികളൊക്കെ സാധാരണ രീതിയിലേക്ക് വരുന്നു എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നു. വളരെ സന്തോഷവും ആശ്വാസകരം. പക്ഷേ നമ്മൾ നേരത്തെ ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ എന്നറിയപ്പെടുന്ന സോ കോൾഡ് ഓൺലൈൻ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ബിഗ് ബോസ് സെലിബ്രിറ്റികൾ, അങ്ങനെ കുറെ സെലിബ്രിറ്റീസുണ്ട്. അവരൊക്കെ ഇരുന്ന് എന്തും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അങ്ങ് വിളമ്പുന്നുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ സൈന്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചൊറിയുന്ന തരത്തിലുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ ചില ആൾക്കാർ ഇരുന്ന് പറയുകയും അതുകൊണ്ട് ജനങ്ങൾ അവരെ പൊങ്കാലിടുകയും ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിലേക്കൊക്കെ ജയുടെ സ്വന്തം പോയിരുന്നോ? ബിഗ് ബോസ് താരം റിയാസ് സലീം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും അങ്ങനത്തുള്ള മറ്റ് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയുള്ള നിലയിലാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളൊക്കെ ചെയ്താണ് റിയാസ് സലീം ഒക്കെ ബിഗ് ബോസിന് ശേഷം ശ്രദ്ധ പിടിച്ചു പറ്റിയത് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധം അവസാനിക്കണേ എന്നൊക്കെ ഓരോ ഇന്ത്യക്കാരും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ ഓരോ മൊമെന്റിലും ഓരോ ശ്വാസത്തിലും സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് റിയാസ് സലീം ഇട്ടിരുന്ന പല പോസ്റ്റുകളും വലിയ രീതിയിൽ വിവാദമായിരുന്നു. വിവാദം എന്നതിനൊപ്പം റിയാസ് സലീം കുറെ നാളായിട്ട് എയറിലാണ്. റിയാസ് സലീമിന്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. അതായത് പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ഇന്ത്യ ഷെല്ല്, അതായത് ഈ പറയുന്ന പോലെ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ. എല്ലാവരും ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിക്കുമ്പോൾ റിയാസ് സലീമിന് മാത്രം വേദനയാണ്. കാരണം കുറേയധികം ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പാകിസ്ഥാന്റെ മീഡിയ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഗവൺമെന്റ് ലോകം മുഴുവൻ വിതരണം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു കിടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഫേക്ക് ആണെന്ന് കുറേയധികം വന്ന് ഇന്ത്യൻ ആർമി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാർ ഇതിന്റെ ഒന്നും ആ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യാതെ, ഇതിന്റെയൊക്കെ ഒരു ആധികാരിക ചെക്ക് ചെയ്യാതെ അത് വല്ലവരും ഷെയർ ചെയ്ത ഫേക്ക് പോസ്റ്റുകൾ സ്വന്തം ചാനലിൽ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഷെയർ ചെയ്യുകയും അതിന്റെ അടിയിൽ ദിസ് ഈസ് നോട്ട് എ പ്രൈഡ് തിങ്, ഇതൊരു പ്രൈഡ് തിങ് അല്ല, അതോടൊപ്പം തന്നെ ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി, ഞാൻ എന്റെ കൺട്രിയുടെ കാര്യത്തിൽ ഒരിക്കലും അഭിമാനം കൊള്ളുന്നില്ല എന്നാണ് റിയാസ് സലീം പറഞ്ഞത്. കാരണം ഇതൊരിക്കലും സമാധാനത്തിന്റെ കാര്യം, അവിടെയും ഭീകരാക്രമണം തുടച്ചു നിൽക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ ആർമി ചെയ്യുന്നത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയും കുട്ടികളെയും കൊല്ലുന്നതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ 27 പേരുടെ ജീവൻ ഒരു വിലയില്ലേ? നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യരല്ലേ? അതിനെക്കുറിച്ചൊന്നും റിയാസ് അവിടെ സംസാരിക്കുന്നില്ല. അദ്ദേഹം സംസാരിക്കുന്നത് അവിടെയുള്ള കുട്ടികളെ, ഇതൊരിക്കലും ഒരു ശുഭകരമായ കാര്യമല്ല, ദിസ് ഇസ് സാഡ് തിങ്, ഇതൊരു ഹൊററാണ്, അതായത് ഇതൊരു ഭീകരതയാണ്, ഇതൊരിക്കലും ഒരു പീസ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെ ചെയ്യണമായിരുന്നു? മാക്സിമം നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ തിരിച്ചടിയായിട്ട് പാകിസ്ഥാന് കൊടുത്തത്. പക്ഷെ ഒരു രാജ്യവും സഹിക്കത്തില്ല. ഇസ്രായേലാണ് ഇന്ത്യയുടെ സ്ഥാനത്തെങ്കിൽ പണ്ടേ നശിപ്പിച്ച് നാറാണക്കല്ലിട്ട് വന്ന ഒറ്റ ബോംബിടൽ തകർത്ത് കളഞ്ഞ. പക്ഷെ ഇന്ത്യ അതൊരിക്കലും ചെയ്യില്ല. ഇന്ത്യക്ക് അറിയാം, ഇന്ത്യ കൺസേൺ ചെയ്യാറുണ്ട്. പാകിസ്ഥാൻ ജനതയെ കുറിച്ച് ഇന്ത്യക്ക് ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണ ജനങ്ങളെയും ഒരു ഷെല്ല് പോലും അവരുടെ ദേഹത്ത് വീഴുന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ്, നിഷ്കർഷം ഉള്ളതുകൊണ്ടാണ് അവർ ഭീകരാക്രമണം, അവരുടെ അവർക്ക് കുടുംബം ഉണ്ടാകാം. അപ്പോൾ ഏതോ ഒരു വ്ളോഗർ കമന്റ് ചെയ്തതുപോലെ, ആ കമന്റ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് കള്ളന് കഞ്ഞി വെക്കുന്നവൾ കള്ളിയല്ലേ, അതായത് ഭീകരവാദിയെ വളർത്തുന്ന അമ്മയായാലും ഭാര്യയായാലും അവരും ഭീകരവാദി തന്നെയാണ്. സോ അവർ മരിച്ചാൽ എന്താണ് എന്നൊരു ചിന്താഗതി ചില വ്ളോഗർമാരൊക്കെ ചോദിച്ചിരുന്നു. അതൊരു നല്ല ചോദ്യം തന്നെയാണ്. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാളുടെ മതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് റിയാസ് സലീം സ്വന്തം രാജ്യത്തെ കുറിച്ച് അഭിമാനപൂരിതനാകാതെ അപമാനിതനായുള്ള എന്ത് തെറ്റാണ് ഇന്ത്യൻ സൈന്യം ചെയ്തത്? പകരം എന്ത് ചെയ്യണമായിരുന്നു ജയ്? തീർച്ചയായിട്ടും. അതായത് റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യ സമയങ്ങളിലൊക്കെ ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഷെല്ലാക്രമണമൊക്കെ നടത്തുന്ന സമയത്ത്, ഇന്ത്യയും പ്രതിരോധം കനത്ത രീതിയിൽ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ ആമിന നിജാമിനെയൊക്കെ പോലുള്ള ചില സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സോക്കോളിൽ ചെറിയ നടീനടന്മാരുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു രീതിക്കപ്പുറം രാജ്യവിരുദ്ധമെന്ന് തോന്നുന്ന ചില പരാമർശങ്ങളും ചില കോട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിരന്തരമായിട്ട് റിയാസ് സലീം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു വ്യക്തിയുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ചിന്താഗതിയുള്ള വ്യക്തികളായിട്ട് തന്നെയാണല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മളത് ശരിവെക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വാളിൽ ഷെയർ ചെയ്യുന്നത്. അതിനോടൊപ്പമാണ് ശാരീരിക പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ രാജ്യത്തെ പറ്റി അഭിമാനിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു റിയാസ് സലീം സ്വന്തമായിട്ടിട്ട ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ തുടക്കം തന്നെ. ഞാനിതിൽ അഭിമാനിക്കുന്നില്ല. നമുക്കറിയാം, നിരന്തരമായിട്ട് വ്യാജ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പാകിസ്ഥാൻ മീഡിയ.
പാകിസ്ഥാൻ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ആവട്ടെ ഒന്നടങ്കം ഈ ഫേക്ക് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെയോ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ഷെല്ലാക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടു, ഗർഭിണികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് വാർത്തകൾ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിന്റെ നിജസ്ഥിതി ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ പുലർത്തുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ പ്രിക്കോഷൻ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുമ്പോൾ പുലർത്തേണ്ട ചില ബാധ്യതകൾ കൂടി ഇത്തരം സോക്കോൾഡ് സെലിബ്രിറ്റികൾക്കുണ്ട്. അതൊന്നും പാലിക്കാതെ ഒരു 8 വയസ്സുള്ള കുട്ടിയെ തോന്നിപ്പിക്കുന്ന പോലുള്ള ഒരു പെൺകുഞ്ഞിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട്, വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പ്രതിരോധത്തിൽ മരണപ്പെട്ട കുട്ടി എന്നൊക്കെ വരുത്തി തീർക്കുന്ന പോലുള്ള ഒരു പോസ്റ്റ്, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ചില സെന്റൻസുകളൊക്കെ ഇട്ടാണ് റിയാസ് സലീം എന്തായാലും ആദ്യ സമയങ്ങളിൽ ഈ ഒരു രാജ്യവിരുദ്ധമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധമെന്ന് തന്നെ പറയേണ്ടി വരുന്ന ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവെച്ചത് എന്തായാലും കരഞ്ഞു മെഴുകിക്കൊണ്ട് അവസാനം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ അവസാനം കരഞ്ഞിട്ടാണെങ്കിലും മാപ്പാണെങ്കിലും ജയ് ഹിന്ദ് വിളിക്കാൻ എന്താ ഇപ്പൊ എന്തായാലും റെഡി ആയിട്ടുണ്ട് റിയാസ് സലീം എന്നുള്ളതാണ്. ജയ് പറഞ്ഞ പോലെ ആമിന നിജാം എന്ന് പറഞ്ഞ ഒരു നടി ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നല്ലോ. പക്ഷെ തൊട്ടടുത്ത ആ ഒരു അടുത്ത മൊമെന്റിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് അപ്പുറം തന്നെ ആ കുട്ടി വന്നിട്ട് അത് പറഞ്ഞു, ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, എന്നോട് ക്ഷമിക്കുക, ഞാൻ എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞാണ്, ഒരു സിവിലിയൻസിനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവരതിനെ ന്യായീകരിക്കുകയും അതോടൊപ്പം അവരുടെ തെറ്റിനെ അവർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു പൊതുജനത്തോട്. പക്ഷേ ഈ റിയാസ് സലീം അതിനെ ഇച്ചിരി അതായത് ജനങ്ങൾ ഇളകേണ്ടി വന്നു റിയാസ് സലീമിന് ഇച്ചിരി മാപ്പ് പറഞ്ഞ് മെഴുകാനെന്ന് തോന്നുന്നു. കാരണം രണ്ടാമത്തെ പോസ്റ്റിലും റിയാസ് ഇട്ടിരുന്നത് ഇതൊരിക്കലും ശരിയായ രീതിയല്ല, ഞാൻ ഇങ്ങനെ പലരും പലതും പറയും, ഞാനൊന്നും കെയർ ചെയ്യാറില്ല, ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ ആന്റി സോഷ്യൽ നിന്ന് തന്നെ നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അത് കേട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 മണിക്കൂറുകൾക്ക് മുമ്പ് റിയാസ് സലീം ഒരു മാപ്പ് അപേക്ഷയൊക്കെയാണ്, നിങ്ങൾ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലല്ല പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് ആ പോസ്റ്റ് ഉണ്ടോ? അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പൊങ്കാലകളിലേക്ക് അടിസ്ഥാനത്തിൽ തനിക്ക് ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായ അടിസ്ഥാനത്തിൽ മാത്രമല്ല കേസും പോയിട്ടുണ്ട്. റിയാസ് സലീമിനെതിരെ ഒരു സ്ത്രീ കേസ് ഹോം മിനിസ്ട്രിയിൽ ഡയറക്ടർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞത് ഒരാളെയാണ് നമ്മൾ കണ്ടത്. ഹോം മിനിസ്ട്രിയിലും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് നേരിട്ട് പരാതി പോകുമായിരുന്നു റിയാസിനെതിരെ. അതാണ് പുള്ളി പേടിച്ചെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തുള്ള ഇങ്ങനത്തുള്ള ജനവികാരം ഇളകുന്ന സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ ചില പോസ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഉള്ള നാടാണ്. അത്തരത്തിൽ പൊങ്കാലകൾ സഹിക്കാൻ വയ്യാതെ തനിക്ക് ഇരിക്കപ്പെടുത്തിയില്ല, താൻ ആന്റി സോഷ്യലായിട്ടും ഈ പറഞ്ഞ പോലത്തുള്ള സോഷ്യൽ ത്രെറ്റായിട്ടും ഒക്കെ രാജ്യവിരുദ്ധനായിട്ടും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നു എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റിയാസ് സലീം ഒരു മാപ്പ് പറയാൻ തയ്യാറായത്. ഇല്ലെങ്കിൽ തയ്യാറാവത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, Over the past day, I have witnessed a wave of reactions to something I shared. Some even calling me anti-national. That truly hurts. ഇപ്പോൾ വേദനിക്കുന്നുണ്ട്, ഇപ്പൊ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് റിയാസ് സലീമിന്. അതായത് തന്നെ ആന്റി നാഷണൽ ആക്കിയതിൽ തനിക്ക് ഇപ്പോൾ ഖേദം തോന്നുന്നു. അത് എന്തുകൊണ്ടായത്? റിയാസ് സലീം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകളിലെയും റിയാസ് സലീം സ്വന്തമായിട്ട് ഇട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലെയും സ്റ്റോറികളിലെയും ഒക്കെ ഉള്ളടക്കം അത് തന്നെയായിരുന്നു. ഒരു ആന്റി നാഷണൽ മാത്രം പറയുന്ന വാക്കുകളായിരുന്നു റിയാസ് സലീം പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞതിന് ശേഷം തന്റെ വാക്കുകൾ വ്യക്തമായിട്ട് ചില നിലപാടുകളൊക്കെ എടുത്തതിന് ശേഷം തന്റെ വാക്കുകൾ ഈ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തു പോയി. തനിക്ക് കൺസേൺ ആണ് ഉണ്ടായിരുന്നത്, തന്റെ രാജ്യത്തിനോട് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ കൺസേൺ ആയിരുന്നു, അല്ലെങ്കിൽ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, തന്റെ വാചകങ്ങൾ, തന്റെ സെന്റൻസുകളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് ആണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയൊരു പോസ്റ്റ് ഇംഗ്ലീഷിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം ഒരു ജയ് ഹിന്ദും വിളിച്ചിട്ടുണ്ട്. സന്തോഷം. എന്തായാലും ഏറ്റവും ഒടുവിലെങ്കിലും ഗതിയില്ലാതെങ്കിലും ഒരു ജയ് ഹിന്ദ് വിളിക്കാൻ, രാജ്യത്തിന് വേണ്ടി ഒരു സല്യൂട്ട് കൊടുക്കാനായിട്ട് റിയാസ് സലീം തയ്യാറായല്ലോ. കാരണം ഇനി റിയാസ് സലീം റിയാസ് സലീമിനെ പോലുള്ളവർ, ഞങ്ങൾ ഇച്ചിരി സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് വലിയ ആൾക്കാരാണ്, ഞങ്ങൾക്കെല്ലാം തികഞ്ഞവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ അല്ല ഇങ്ങനെയുള്ള ഷോ ഓഫ് അല്ലെങ്കിൽ പട്ടി ഷോ എന്ന് വേണമെങ്കിൽ പറയാം, പട്ടി ഷോ എന്ന് കാണിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റിന്റെ ആധികാരിക, കാരണം നിങ്ങളൊക്കെ കലാകാരന്മാരാണ്, നിങ്ങളൊരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ കൺവേ ചെയ്യുന്നതാണ് ആൾക്കാർ ഏറ്റുപിടിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പോസ്റ്റിൽ കയറി വന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓളിൽ കയറി വന്ന ഒരു ജനവും നിങ്ങൾ തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ, നിങ്ങൾ എന്താണോ ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കമന്റുകളാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. പ്രത്യേകിച്ചും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയത്ത് ഒരു ചെറിയ സ്പാർക്ക് പോലും അത് ഒരു പക്ഷേ സൈനികരുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മനോവീര്യത്തെ തകർക്കും. പ്രത്യേകിച്ചും എതിരാളി നമ്മൾ ചൈനയോ ബംഗ്ലാദേശോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ല നമ്മുടെ എതിരാളി, നമ്മുടെ ബദ്ധവൈരികളെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ഒരിക്കൽ നമ്മുടെ സഹോദരങ്ങളായിരുന്ന പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ തീവ്രവാദികളാണ്. നമുക്ക് പാകിസ്ഥാനുള്ള ദേഷ്യം എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. ഈ പറയപ്പെടുന്ന പഹൽഗാമിനെതിരെ ആക്രമണം വെച്ചാൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാനിലെ പോലീസും സൈനിക മേധാവികളും ഒക്കെയാണ് അവർക്ക് സല്യൂട്ട് കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവർ തീവ്രവാദത്തെ ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാലും പകൽ പോലെ വ്യക്തമാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ
വളർത്തുന്ന അവിടുത്തെ സർക്കാരും അവിടുത്തെ സൈനികരും സൈനിക മേധാവികളുമാണ്. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇന്ത്യ അവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തുന്നത്. പക്ഷെ ഇനി പറഞ്ഞിട്ടുണ്ട്, ഇനി ഏതെങ്കിലും ഒരു വെടിവെച്ച ഒരു ഭീകരവാദത്തിന് ഇന്ത്യയിൽ കേട്ടാൽ അത് ഏതും ഇന്ത്യ യുദ്ധമായിട്ട് കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പാകിസ്ഥാനിലുള്ള ഉന്നത അധികാരികൾ ഇന്ത്യയെ കോൺടാക്ട് ചെയ്യുന്നത്. ഇനി അഖിൽമാരോ അല്ലെങ്കിൽ ആരോ പറയുന്നത് പോലത്തെ അമേരിക്ക പിന്നെ ഈ പറയുന്ന പോലെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റഷ്യ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലോ ആണെന്ന് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇന്ത്യ ഇങ്ങനൊരു തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് ഇന്ത്യ ഉറപ്പായിട്ടും സമാധാനം ആഗ്രഹിക്കുന്നതാണ്. അതിനൊരാൾ മുൻകൈ എടുത്തു വന്നാൽ ഇന്ത്യ സമ്മതിക്കും. കാരണം ഇന്ത്യ സമാധാനം കാംക്ഷിക്കുന്ന ഒരു കൺട്രിയാണ്. മറ്റു രാജ്യങ്ങളിൽ പാലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഒരിക്കലും യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കൺട്രി തന്നെയാണ്. അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി എത്ര വലിയ ഇന്ത്യയുടെ ശത്രു ആയാലും ഇന്ത്യ ഇത് തന്നെയായിരിക്കും നിലപാട്. പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പൊ ചേരയല്ല. അത് 1971 ഇന്ത്യ ഇന്നിപ്പോ രാജവെമ്പാലയ്ക്കും അപ്പുറമാണ്. ഇന്ത്യയുടെ ശക്തി 1971 ഇന്ത്യയല്ല. ലാസ്റ്റ് ആയിട്ട് യുദ്ധം നടക്കുന്ന 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം കടന്നു വരികയും എല്ലാ ദിവസവും രാവിലെ ഞാനും ചെയ്യും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും സാധാരണ ജനങ്ങളും എല്ലാം ആദ്യം നോക്കുന്ന വാർത്ത യുദ്ധമാണ്. യുദ്ധം ഏത് ലെവലിൽ എത്തി, ഇനി കേറിയോ, ഇന്ത്യ ഡൽഹി ആക്രമിക്കുന്ന വാർത്ത കേട്ടു, മുംബൈ ആക്രമിക്കുന്ന വാർത്ത കേൾക്കുന്നു, ചിലപ്പോൾ ഇനി കേരളത്തിലേക്കും വരാമെന്നുള്ള അങ്ങനെ എല്ലാവരും പേടിച്ചിരുന്നു. ആ പേടിയൊക്കെ മാറാനുള്ള കാരണം സൈനികരുടെ ആ ഒരു സംയമനവും അതോടൊപ്പം അവരുടെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ സർക്കാരിന്റെ ഒരു ബലവും ആത്മബലവും അവരുടെ പ്രിസൈസ് ആയിട്ടുള്ള തീരുമാനങ്ങളുമായിരുന്നു. അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ് റിയാസ് സലീമിന് കൊടുക്കേണ്ട പണി?